ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ ഒരു മട്ടൻ കറിയൊക്കെ വെക്കുന്നുണ്ട്. അടിപൊളി മട്ടൻ കറിയാണ് കേട്ടോ. ഞാൻ കഴിക്കില്ല മട്ടൻ, പക്ഷെ കഴിച്ചവരൊക്കെ സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് മട്ടൻ കറി വെക്കണമുണ്ട്. പിന്നെ നമുക്കിന്ന് പുറത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇന്ന് തെങ്ങ് കയറണമൊക്കെ ഉണ്ട്. കുറേ കാലമായി ആളെ തപ്പി നടക്കുകയായിരുന്നു. ഇന്ന് ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തെങ്ങേറ്റൊക്കെ അവിടെ ജോറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് വേണം കേട്ടോ അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ രാവിലത്തെ ആ തിരക്കൊക്കെയാണ്. കുട്ടികൾ സ്കൂളിൽ പോകണ നേരത്തെ ഒരു തിരക്കാണല്ലോ. അപ്പോൾ ആ തിരക്കൊക്കെ ഒന്നുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങാലോ വെച്ചിട്ടാണ് കേട്ടോ. ഉണ്ട് അവിടെ. അപ്പം ഞാൻ മട്ടൻ കറി വെച്ചിട്ട് എല്ലാ കടിയും ഇതൊക്കെ റെഡിയാക്കിയിട്ട് അവർക്കുള്ളതൊക്കെ കൊണ്ടുപോകാനൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ട് വേണം, പറഞ്ഞ് കഴിച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് മട്ടൻ കറി വെക്കാനായിട്ട് ഞാനിത് തക്കാളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മട്ടൻ കൂടെ കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രണ്ട് രീതിയിൽ മട്ടൻ കറി വെക്കാറുണ്ട് കേട്ടോ ഇവിടെ. ഒന്ന് നല്ല ജീരകം കുരുമുളകും ഒക്കെ ഇട്ടിട്ടാണ് അങ്ങനെ വെക്കാറുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വെക്കുന്നത് നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കില്ല, ആ ഒരു മോഡലിലാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വേഗം വാട്ടിയെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് അധികം ഓവറായിട്ട് ഉള്ളിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു മധുരിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഒരു സവാള എന്നിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് വേഗം വാട്ടിയെടുത്തിട്ട് തക്കാളിയൊക്കെ ഇടാനായിട്ട് അതിനിടയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വേഗം ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വേണമെങ്കിലൊക്കെ കുക്കറിലിട്ട് അടിക്കട്ടെ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് അതൊന്ന് വാടി വന്നാലാണ് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടണയിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി ഉണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളകൊക്കെ ഇട്ട് വെച്ചാലാണ് കേട്ടോ മട്ടൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഇവിടെ കുരുമുളക് ഇരിക്കണുണ്ട്, അത് പൊടിക്കാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണത്. ഇക്കാക്കൊക്കെ കുരുമുളക് ഇട്ടതാണ് കേട്ടോ ഇഷ്ടം. അപ്പം എന്നോട് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങിക്കണ്ട, അവിടെ കുരുമുളക് ഉണ്ടല്ലോ നമുക്കത് പൊടിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ ഒരു സ്കൂളിൽ പോണ ആ ഒരു തിരക്കിലേക്ക് അത് പൊടിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പം ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പിന്നെ ഒന്നും പറയൊന്നുമില്ല കേട്ടോ. പിന്നെ വയ്ക്കണതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് കഴിച്ചോളും. അപ്പോൾ ഇക്കാക്കും കുട്ടികൾക്കും ഉമ്മയും ചെറുതായിട്ട് തന്നെ ഇട്ടത് കൂട്ടുള്ളൂ. ചെയ്യാനൊക്കെ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമായില്ല. ഞാനും മട്ടൻ അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നല്ല, എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ മട്ടൻ കഴിച്ചിട്ടില്ല. എന്തോ ഒരു ഇഷ്ടമില്ലായി കേട്ടോ. നമ്മുടെ വീട്ടിൽ ആദ്യമൊക്കെ ആടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ കണ്ടിട്ടാവും ഇത് കഴിക്കാൻ തോന്നാത്തതെന്നാണ്. അങ്ങനെ ഇഷ്ടമല്ല. നമുക്ക് ആടുകളോട് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ. അപ്പോൾ വീട്ടിൽ ആടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് മുന്നൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ അവറ്റേനൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ അതായിരിക്കും തോന്നുന്നുണ്ട്. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേഗം ചായയൊക്കെ കുടിച്ച് പുറത്തുണ്ട് കേട്ടോ. തെങ്ങേറ്റൊക്കെ അവിടെ ജോറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തെങ്ങ് കയറി ആളെയൊക്കെ പറഞ്ഞയച്ച് നമുക്ക് വീടിനുള്ളിൽ തന്നെ ഉച്ചയ്ക്കുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോറിന് വെള്ളമൊക്കെ ഒന്ന് അടുപ്പിൽ വെച്ച് അരിയൊക്കെ ഇട്ട് എന്നിട്ട് പിന്നെ ഞാൻ മെല്ലെ ഒന്നും കൂടെ ഇറങ്ങി. നമ്മൾ രാവിലെ സാമ്പാറൊന്നും ഞാൻ നേരത്തെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിരിക്കണുണ്ട്. പിന്നെ മട്ടൻ കറിയുടെ ഒക്കെ ഇരിക്കണുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോയിക്കോളൊന്ന് ഉച്ചയ്ക്ക്. പിന്നെ എന്തെങ്കിലും ഉപ്പേരി വെക്കണുണ്ട്. പിന്നെ വീടിനുള്ളൊക്കെ ഒന്ന് വേഗം അടിച്ച് വാരിയിട്ട് ബെഡ്ഷീറ്റുകളെല്ലാം ഒന്ന് വൃത്തിയാക്കി വിരിച്ചിട്ടിട്ടൊക്കെ വേഗം അങ്ങോട്ട് ഇറങ്ങി. തുടക്കാൻ നിന്നില്ല കേട്ടോ. തുടക്കാൻ നിൽക്കുകയാണെങ്കിൽ തുടക്കാൻ കുറേ സമയം വേണം. ഞാൻ എല്ലാം അടക്കി പറക്കി വെച്ചിട്ടാണ് കേട്ടോ തുടക്കുള്ളൂ. അപ്പോൾ അതിന് കുറേ സമയം എടുക്കും. തുടക്കാനാണ് കേട്ടോ കുറേ സമയം പോവുക. അപ്പോൾ അതിന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഒക്കെ ഇങ്ങനെ പരന്ന് കിടക്കുകയല്ലേ. അപ്പോൾ അതിങ്ങനെ കിടക്കുമ്പോൾ ഇതുവരെ തേങ്ങ ഇല്ലാണ്ടായിരുന്നു. ഇപ്പോൾ തേങ്ങ ഇട്ട് നോക്കുമ്പോൾ അതൊന്നും എടുത്ത് വെക്കാനും കൂടി നേരമില്ല എന്ന് പറയും എല്ലാവരും. ഇവിടെ ഇപ്പോൾ ഉള്ള സമയത്ത് തെങ്ങേറാനൊക്കെ ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തെങ്ങ് അപ്പുറത്ത് കയറുമ്പോഴേക്കും നമുക്ക് ഓരോ തെങ്ങിൻ്റെ ഇടയിൽ വീണത് അപ്പം തന്നെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പാക്ക് തേങ്ങ ഇങ്ങനെ ഇട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. തെങ്ങ് കയറുമ്പോഴേക്കും നമ്മൾ ഓരോ ഭാഗത്തുള്ളത് ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടുകൊണ്ട് എല്ലാം റെഡിയാക്കിയിട്ട് ഇരിക്കണം. പച്ച തേങ്ങ ഒരു ഭാഗത്ത്, ഉണങ്ങിയ തേങ്ങ ഒരു ഭാഗത്ത്, പിന്നെ ഈ കൊലോടുക്കനെ ഇടുമല്ലോ അങ്ങനത്തെ തേങ്ങ ഒരു ഭാഗത്ത്, അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് നല്ല നീറ്റാക്കിയിട്ട് ഇടണം കേട്ടോ. അപ്പാക്ക് ഇപ്പോൾ ഉള്ളപ്പോഴൊക്കെ അങ്ങനെയായിരുന്നു.
പിന്നെ അതാ ഞങ്ങൾ ആ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഒന്നിങ്ങനെ ചാക്കിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പിടിച്ചിട്ടൊക്കെ ഇവിടെ കൊടുന്നിട്ട് ഇനിയിപ്പോൾ അതാ പറമ്പിൽ ഒന്ന് രണ്ട് തെങ്ങ് കയറിയില്ല കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ തോട്ടിയിട്ട് കുറേ വലിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുമ്പോൾ വല്ലാതെ അങ്ങോട്ട് തേങ്ങില്ല. അപ്പോൾ രണ്ട് തെങ്ങുമ്പോൾ നമ്മൾ കയറ്റിച്ചില്ല കേട്ടോ. അല്ലാത്ത തെങ്ങുമ്മലൊക്കെ കയറ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പറമ്പിലൊക്കെ നടന്നിട്ട് ഒന്ന് അവിടത്തൊക്കെ ഇങ്ങനെ പറക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഓലയും മടലൊക്കെ ഒന്ന് തന്നെയല്ലേ, അത് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ പറക്കി കൊടുന്നിട്ട് പിന്നെ നമ്മുടെ കുരുമുളകൊക്കെ ഒന്നിങ്ങോട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചേർക്കാനുണ്ട്. അപ്പോൾ ഏണി വേണം. ഇനിയിപ്പോൾ ഇന്ന് നടക്കില്ല വെച്ചിട്ട് നമ്മൾ അതുമ്പോൾ നിന്നില്ല. എന്തായാലും ഈ പണികൾ തന്നെ ഉണ്ട് കേട്ടോ കുറേ. അങ്ങനെ എന്താ തേങ്ങയൊക്കെ അതെല്ലാം പറക്കി കൂട്ടി ഇട്ടുണ്ട്. നമുക്ക് ക്ഷീണം മാറ്റാനായിട്ട് ഒരു 5-8 ഇളനീര് ഒടിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളപ്പം തന്നെ ഞാനും ഉമ്മിക്കായും കൂടിയിട്ട് ഇളനീരൊക്കെ പൊളിച്ചിട്ട് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വെയിലത്തൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷീണം മാറുകയും ചെയ്യും. ഇളനീരിൻ്റെ ചകിരി നമ്മൾ മെല്ലെ തേങ്ങ പൊളിയുമ്പോൾ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതുമ്പോൾ കണ്ണ് കുത്തിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചത്. അപ്പോൾ അത് കണ്ണ് കുത്തി കണ്ടപ്പോഴേ അത് അവിടെ ശരിക്കും ഇങ്ങനെ തുറന്ന് നിന്നല്ലോ. അപ്പോൾ അതിങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ, കണ്ണ് മൂക്ക് വായ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും കറക്റ്റ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അത് പിടിച്ചപ്പോൾ. അങ്ങനത്തെ നമ്മൾ ഓരോ ഇളനീരൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇറങ്ങിയിട്ടാണ്. പിന്നെ ബാക്കിയുള്ള തേങ്ങയും എല്ലാം കൂടിയിട്ട് ഒക്കെ കൊടുന്ന് റെഡിയാക്കിയിട്ട് പിന്നെ കുറേ മടലൊക്കെ വീണുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ഒന്ന് കൊത്തി കെട്ടി വെച്ചിട്ടാണ്. കുറേ എന്ന് പറയാൻ ഇപ്രാവശ്യം ഇട്ടതൊക്കെ കുറച്ചുള്ളൂ, പക്ഷേ അതിന് മുന്നേ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ 2 ദിവസം മുന്നേ തന്നെ എല്ലാം കൊത്തിയിട്ടൊക്കെ കെട്ടി വെച്ചിട്ടാണ്, മടലും എല്ലാതും അതെ. അപ്പോൾ ഇപ്രാവശ്യം തെങ്ങ് കയറിയത് അധികമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഉള്ളതൊക്കെ ഞാൻ വേഗം അവിടെ ഇട്ടാൽ പിന്നെ നമുക്ക് ഇങ്ങനെ നായും പൂച്ചയൊക്കെ കയറി മറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം കൊത്തിയിട്ട് അതൊക്കെ കെട്ടി റെഡിയാക്കി വെച്ച് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത് തന്നെ 3 മണിക്കാണ് കേട്ടോ. ഇവർക്കൊക്കെ ഞാൻ നേരത്തെ ചോറ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുളി ഇതൊക്കെ കഴിയാൻ ഞാൻ പിന്നെ ഇവിടുന്ന് കയറിയിട്ടാണല്ലോ തുടക്കലെല്ലാം കഴിച്ചത്. അപ്പോൾ കുറച്ച് നേരം വൈകി. അപ്പോൾ 3 മണിയൊക്കെ ആയിട്ടാണ്. ഇവരെന്നെ കാത്തിട്ടിരുന്നതാണ് കേട്ടോ. അവർ നേരം വൈകാൻ. പക്ഷെ 2 മണിയാകുമ്പോഴേക്കും ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു, എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.